രാജ്യത്തെ ഇന്ധനവില കുതിക്കുന്നു. പെട്രോളും ഡീസലും ലാഭിക്കണമെന്ന് പ്രധാനമന്ത്രി തന്നെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലേക്കൊരു സുപ്രധാന യാത്ര തുടങ്ങുന്നത്. UAE മുതൽ ഇറ്റലി വരെ നീളുന്ന ഈ യാത്ര വെറുമൊരു സന്ദർശനമല്ല, ഇന്ത്യയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള വലിയൊരു നയതന്ത്ര നീക്കമാണ്. എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം? നോക്കാം. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോപ്പ് UAE ആണ്. അവസാന നിമിഷം പ്ലാൻ ചെയ്ത ഈ സന്ദർശനത്തിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കാരണം ഇന്ധന വിപണി ആകെ തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UAEയിലെ ഒരു പെട്രോളിയം കോംപ്ലക്സിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതി മുടങ്ങാതിരിക്കാനും സുരക്ഷിതമാക്കാനും UAE പ്രസിഡന്റുമായി മോദി നേരിട്ട് ചർച്ച നടത്തും. അതായത് നമ്മുടെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം തടസ്സമില്ലാതെ എത്തുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ മിന്നൽ നീക്കം. ഈ സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും അത്യാവശ്യമില്ലാത്ത യാത്രകൾ കുറയ്ക്കണമെന്നും മോദി ഇന്ത്യക്കാരോട് പറഞ്ഞത്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ നമുക്ക് കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണ്. ആ പണം ലാഭിക്കാനും നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമുള്ള വഴികൾ തേടിയാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് തിരിയുന്നത്. UAEക്ക് ശേഷം അദ്ദേഹം പോകുന്നത് നെതർലൻഡ്സിലേക്കാണ്. ഇവിടെ ലക്ഷ്യം ഇന്ധനമല്ല, മറിച്ച് സെമി കണ്ടക്ടറുകളാണ്. മൊബൈൽ ഫോണും കാറുകളും നിർമ്മിക്കാൻ ആവശ്യമായ ചിപ്പുകൾ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികൾ നെതർലൻഡ്സിലാണ്. ഇന്ത്യയെ ഒരു ടെക്നോളജി ഹബ്ബാക്കി മാറ്റാനുള്ള ചർച്ചകളാകും അവിടെ നടക്കുക. തുടർന്ന് നോർവേയും സ്വീഡനും അദ്ദേഹം സന്ദർശിക്കും. മെയ് 18-ന് ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ഭാവിയിൽ ഇന്ധനത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഹരിത ഊർജ്ജം അനിവാര്യമാണ്. ഈ മേഖലയിൽ ലോകത്തെ മുൻനിരയിലുള്ള രാജ്യങ്ങളാണ് നോർവേയും സ്വീഡനും. ആ സാങ്കേതികവിദ്യ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. യാത്ര അവസാനിക്കുന്നത് ഇറ്റലിയിലാണ്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാനും പ്രതിരോധ മേഖലയിൽ സഹകരിക്കാനും ഇറ്റലിയുമായുള്ള ചർച്ചകൾ സഹായിക്കും. ഇന്ത്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സാമ്പത്തിക ഇടനാഴി IMEC യാഥാർത്ഥ്യമാക്കാനും ഈ കൂട്ടിക്കാഴ്ച വഴി തുറക്കും. ചുരുക്കത്തിൽ, യുദ്ധം തകർന്ന ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് മോദി ഈ യാത്ര നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം ഇന്ത്യയുടെ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.